ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ സമൂഹം തങ്ങളുടെ ദൈവവുമായി വിശ്വസിക്കുന്ന, അവരുടെ രക്ഷകനും നാഥനുമായി വിശ്വസിക്കുന്ന ക്രിസ്തുനാഥന്റെ ചിത്രം, ആ രൂപം, അത് വളരെ വികൃതമായിട്ട് അവതരിപ്പിക്കുന്ന, ബൈബിളിനെ മോശമായി ചിത്രീകരിക്കുന്ന, വിശ്വാസങ്ങളെ വളരെ വികൃതമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് വളരെ ഗൗരവമായിട്ടാണ് നാം കാണേണ്ടത്. ആ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന, വിശ്വാസത്തെ വികലമാക്കുന്ന അത്തരം പ്രവണതകളെ ആ തുടക്കത്തിൽ തന്നെ കർശനമായ നടപടികളിലൂടെ സർക്കാർ നേരിടേണ്ടതാണ്. ഈ ഇപ്രകാരമുള്ള പ്രവണത വളരെ വേദന ഉളവാക്കുന്നു. ഈ അടുത്ത നാളുകളിൽ കർത്താവിൻ്റെ ചിത്രം, പ്രത്യേകിച്ച് എല്ലാ ക്രൈസ്തവ സഭകളുടെ ഭവനങ്ങളിലും തിരുഹൃദയത്തിൻ്റെ ചിത്രം അവർ വളരെ ആദരവോടെയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനാ റൂമിൽ സൂക്ഷിക്കുന്നത്. അപ്രകാരമുള്ളൊരു ചിത്രം വെട്ടി മാറ്റി അവർക്ക് ഉചിതമായ ചില ചിത്രങ്ങൾ ചേർത്ത് പ്രചരിപ്പിക്കുന്ന, ഇതിന് തയ്യാറാകുന്ന അവരുടെ മനോഭാവം വളരെ വൈകൃതം നിറഞ്ഞതാണ്. അത് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും മതവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതും ഒക്കെയാണ്. അത് അങ്ങനെയുള്ളൊരു ധൈര്യം, ഒരു സ്വാതന്ത്ര്യം ചില പ്രത്യേക പ്രതീകങ്ങളോട് ചിലർ എടുക്കുമ്പോൾ മൗനമായിരിക്കുന്ന സംവിധാനങ്ങൾ അത് ഗൗരവമായി കാണേണ്ടതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറുക്ക് വഴിയിലൂടെ വളരെ പെട്ടെന്ന് പ്രശസ്തനാകാനും അല്ലെങ്കിൽ അറിയപ്പെടാനുമുള്ള താല്പര്യമാകാം, അതും അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടുള്ള അവഹേളിക്കുവാനുള്ള ബോധപൂർവമായ ചിലരുടെ പരിശ്രമമാകാം ഇപ്രകാരമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തിന്റെ പ്രതീകമായ അല്ലെ ദൈവിക രൂപങ്ങളെ, കാഴ്ചപ്പാടുകളെ വികലമായിട്ട് അവതരിപ്പിക്കുന്നത്. അത് ചിത്രമാകട്ടെ, അത് ദൃശ്യമാകട്ടെ, അല്ലെങ്കിൽ വരയ്ക്കുന്നതാകട്ടെ, പറയുന്നതാകട്ടെ, അവതരിപ്പിക്കുന്നതാകട്ടെ, അത് തികച്ചും ആദരവോടെ മാത്രമാകുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു ബാധ്യത ഓരോ വ്യക്തിക്കുമുണ്ട്. അപ്പൊ നാം പൊതുസമൂഹത്തിലാണ് ജീവിക്കുന്നത്. വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആദരിക്കുന്നതാണ് ഭാരത സംസ്കാരം. നമ്മുടെ സമൂഹത്തിന്റെ നന്മ അതാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ വിവിധ മതങ്ങളിലെ വിശ്വാസത്തെ, പ്രതീകങ്ങളെ, അല്ലെങ്കിൽ അവരുടെ വിശുദ്ധമായി കരുതുന്ന ഗ്രന്ഥങ്ങളെ ആദരവില്ലാതെ അനാദരവായിട്ട് അതിനെ സമീപിക്കുകയും അതിനെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത ഗൗരവമായിട്ട് കാണണം. അതിലെ നിയമ നടപടികളിലൂടെ അവർക്ക് താക്കീത് എഴുതുവാനും അത്തരം പ്രവണതകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു പരിശ്രമം സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ തങ്ങളുടെ രചനകളിൽ എന്തും അവതരിപ്പിക്കാമെന്നത് അനുവദനീയമല്ല. അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ വികലമാക്കി അവതരിപ്പിക്കുവാൻ, മോശമായി ചിത്രീകരിക്കാൻ ആർക്കും അവകാശമില്ല, അതിന് സ്വാതന്ത്ര്യവുമില്ല. ആദരിക്കുകയാണ് വേണ്ടത്, അതിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്, ഇതര വിശ്വാസങ്ങളെയും അതിൻ്റെ സംവിധാനങ്ങളെയും. അതുകൊണ്ട് എല്ലാ വിശ്വാസ സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും പ്രതീകങ്ങളെയും നാം സ്നേഹത്തോടെ കാണാനും ആദരിക്കുവാനുമാണ് തയ്യാറാവേണ്ടത്. അല്ലാത്ത ഒരു മനോഭാവം തികച്ചും തെറ്റും പ്രതിഷേധാർഹവുമാണ്. അത് ശക്തമായ നടപടികൾ അവർ വിളിച്ചു വരുത്തുവാൻ ആണ് ശ്രമിക്കുന്നതെന്ന് അവർ അറിയേണ്ടതുമുണ്ട്. ഇപ്രകാരമുള്ള ഈ പ്രവർത്തനങ്ങളെ പ്രോ-ലൈഫ് അപ്പോസ്റ്റലേറ്റ് ശക്തമായിട്ട് അപലപിക്കുന്നു, പ്രതിഷേധിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ ദൈവവുമായി വിശ്വസിക്കുന്ന ക്രിസ്തുനാഥനെ കുറിച്ച് മാത്രമല്ല, മറ്റ് മതത്തിൽപ്പെട്ടവരുടെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ അല്ലെങ്കിൽ മതപ്രതീകങ്ങളെയോ ഒരു കാരണവശാലും തെറ്റായിട്ടോ മോശമായിട്ടോ ചിത്രീകരിക്കുന്നത് അനുവദിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നൊരു മനോഭാവം നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരാതിരിക്കുവാൻ മനുഷ്യ സമൂഹത്തിന്റെ ജാഗ്രതയും കൂട്ടായ്മയും ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നാടായ കേരളത്തില് വിശ്വാസങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള രചനകള്, ചിത്രീകരണങ്ങളോ ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം, ജാഗ്രതയും കരുതലും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.